دغه درنو فتح مبارکي وایو، خصوصا د کابل ښاریانو او اوسېدونکو ته او ورپسې خپلو مجاهدینو ته دا توصیه او وړاندیز کوو چې موږ تاسو دغه حال ته ورسېدو چې هغه ജനാധിപത്യത്തിന്റെ രീതിയിൽ അധികാരത്തിൽ വന്ന ഗവൺമെന്റിനെതിരായിട്ട് താലിബാൻ എന്ന് പറയുന്ന പൈശാചിക സംഘം, താലിബ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വിദ്യാർത്ഥി, അറബി വാക്കാത്. താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥി സമൂഹം. അത് തുർക്കി ഭാഷയിലെ ഒരു ബഹുവചന പ്രത്യം ഉപയോഗിച്ചിട്ട് ആ താലിബാൻ എന്ന് പറയുന്നത്. അപ്പോ ഇവര് എന്താണ് ഇവർക്ക്, ഞാൻ എന്തുകൊണ്ടാണ് അവരെ പൈശാചിക സംഘം എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അവർക്ക് ജനാധിപത്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല, ആലോചനയില്ല, അവർ അംഗീകരിക്കുന്നില്ല. അതായത് അധികാരം നേടുന്നത് യുദ്ധത്തിലൂടെയാണ്, ആയുധത്തിലൂടെയാണ് എന്നുള്ള ഏറ്റവും പ്രാകൃതമായ ചിന്താഗതിയാണ് അവർക്കുള്ളത്. അവിടെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പല ഗോത്ര തലവന്മാരുടെ കീഴിലുള്ള ആളുകളാണ്. അവിടെ ഇപ്പോൾ അക്രമം നടക്കുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 99% ആളുകൾ മുസ്ലിങ്ങളാണ്, മനുഷ്യരാണ്. ഇവർ കൊല്ലുന്ന ആരെയാ? മുസ്ലിങ്ങളെ തന്നെയാണ് കൊല്ലുന്നത്. അതിനെതിരായിട്ട് ഒരു പ്രതികരണം ഇവിടെ എവിടെയില്ല. ഇസ്രായേൽ വലിയ അന്യായം പലസ്തീനോട് കാണിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എതിർക്കണം. വെസ്റ്റ് ബാങ്കിൽ അല്ലെ ഗാസ കുന്നുകളിലൊക്കെ ഇസ്രായേലിന്റെ സൈനികർ നടത്തുന്ന അക്രമങ്ങൾ, അന്യായങ്ങൾ, നരമേധങ്ങൾ, അതിനെ നമ്മൾ എതിർക്കണം. എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലോ പെഷവാറിലോ താലിബാൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലുണ്ട് കേട്ടോ, താലിബാൻ പാകിസ്ഥാനിലുണ്ട്. അപ്പൊ എന്താ താലിബാന് വേണ്ടത്? താലിബാന് വേണ്ടത് ആയുധം കൊണ്ട് അധികാരം നേടുക, എന്നിട്ട് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുകയാണ്. ഏത് രാഷ്ട്രം? 7-ാം നൂറ്റാണ്ടിലെ ഗോത്ര നിയമങ്ങൾ, ഗോത്രാചാരങ്ങൾ, ഗോത്രനിഷ്ഠകൾ ഉള്ള ലോകം സ്ഥാപിക്കാനാ. അങ്ങേയറ്റം പിന്തിരിപ്പനായ ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് അവരുടെ മതം എന്ന് പറഞ്ഞൊക്കെ വളരെ വിചിത്രമാണ്. അവരുടെ മതം എന്ന് പറയുന്നത്, ഇപ്പോ ഇസ്ലാം മതത്തിൽ പെണ്ണുങ്ങൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്ന് ഒരു നിയമമില്ല. പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുപോലെ വിദ്യാഭ്യസിക്കണം. ഇവരുടെ മതത്തിൽ പെണ്ണുങ്ങൾ വിദ്യാഭ്യസിക്കാൻ പാടില്ല എന്നാ. എന്താ? അപ്പോൾ നമ്മൾ മറന്നു പോകരുത്, മലാല എന്ന് പറയുന്ന പെൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിക്കാൻ അവകാശമുണ്ട് എന്ന് ഒരു ബ്ലോഗ് എഴുതിയതിന് തലയ്ക്ക് വെടിവെച്ച കൂട്ടരവർ. അപ്പോൾ സ്ത്രീകൾക്ക് സാമൂഹ്യ ജീവിതം പാടില്ല, അവർ ജോലി ചെയ്യാൻ പാടില്ല, അവർ പുറത്തിറങ്ങാൻ പാടില്ല, അവർ വീടിനകത്ത് അടച്ചിരിക്കണം എന്ന് പറയുന്ന അത്ര പിന്തിരിപ്പനായ, അതായത് ആധുനികമായി ഒന്നും തിരിയാത്ത 7-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങൾ മാത്രം തിരിയുന്ന അങ്ങേയറ്റത്തെ മതമൗലികവാദപരമായ നിലപാടാണ്. അതിൽ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പോ മുഹമ്മദ് നബിയുടെ കൂടെ അദ്ദേഹത്തിന്റെ പത്നി ആയിഷ യുദ്ധയാത്രയിൽ പങ്കെടുത്തതിന്റെ ചരിത്രം നമ്മൾ വായിക്കും. ഇവരെന്താ പറയുന്നത്? ഇവർ പറയുന്നത് ചികിത്സ തേടാനോ ചികിത്സിക്കാനോ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല. 96 മുതൽ 2001 വരെ ഈ പൈശാചിക സംഘത്തിന്റെ നേതാവ് മുല്ല ഉമർ എന്ന് പറഞ്ഞ ചങ്ങാതി അവിടെ ഭരിച്ചിരുന്നു. ഇപ്പോൾ 20 കൊല്ലം മുമ്പത്തെ ഏരിയ പറഞ്ഞു. അന്ന് എന്താ സ്ഥിതി? അന്ന് ഡോക്ടർ ഭാഗം പഠിച്ച പെണ്ണുങ്ങൾ, അവർക്ക് ക്ലിനിക്ക് നടത്താൻ പാടില്ല, അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ പെണ്ണുങ്ങൾ ജോലിക്ക് പോണ്ട, പെണ്ണുങ്ങൾ പഠിക്കാൻ പോണ്ട, പെണ്ണുങ്ങൾക്ക് ഒരു ജീവിതം വേണ്ട, പെണ്ണുങ്ങളെ അടച്ചിടുക. പിന്നെ ബാക്കിയൊക്കെ അതോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് അംഗം വെട്ടിയിട്ടാണ്. പണ്ട് ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലില്ലേ, കടത്തനാടൻ കടലിലൊക്കെ എന്താ തത്വം? മൂപ്പളമ എങ്ങനെ തീരുമാനിക്കുക? ആരാ മൂപ്പൻ, ആരാ ഇളയവൻ എങ്ങനെ തീരുമാനിക്കുക? അത് ചേകോന്മാർ തമ്മിൽ യുദ്ധം ചെയ്ത് തീരുമാനിക്കും. ഇതൊക്കെ പഴയ രാജാധിപത്യത്തിന്റെ കാലത്തെ കാര്യങ്ങളാണ്. എലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തല എണ്ണി അധികാരം തീരുമാനിക്കുക. രാജാധിപത്യം എന്ന് പറഞ്ഞാലോ തല വെട്ടി തീരുമാനിക്കുക. ഇത് തന്നെ ഇവർക്ക് മനസ്സിലാവുന്നുള്ളൂ. അതായത് ഇപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘമാണെങ്കിലും ബോക്കോ ഹറാം എന്ന് പറയുന്ന ഭീകര സംഘമാണെങ്കിലും ഇതൊക്കെ ഇവർക്ക് അധികാരം വേണം. അതിനിവർ ഉപയോഗിക്കുന്ന ഒരു മറയാണ് മതം എന്ന് പറയുന്നത്. ഇവർക്ക് ഭരിക്കണം, ഇവർക്ക്
ഭക്ഷണം വേണം, ഇവർക്ക് സൗകര്യങ്ങൾ വേണം, ഇവർക്ക് സ്ത്രീകളെ അനുഭവിക്കണം, പിന്നെ ഇവർക്ക് എന്തെങ്കിലും കയ്പ് തോന്നുന്ന ആളുകളെ ഏത് അളവിലും ആക്രമിക്കുക. അവര് തലവെട്ടുന്നതിൻ്റെ ഒക്കെ ചിത്രങ്ങൾ അവർ തന്നെ പുറത്തുവിടുന്നുണ്ട്, ഈ ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ്, താലിബാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് മാത്രം ഒറ്റ ഉദാഹരണം ആലോചിച്ചാൽ മതി. ഇത്ര സ്ത്രീവിരുദ്ധമായൊരു ശക്തി ഇപ്പോൾ ലോകത്തില്ല. അതാലോചിച്ചാൽ മതി. അപ്പോ അതായത് ഇപ്പൊ ഖുർആനിൽ പറഞ്ഞത് വിദ്യ അഭ്യസിക്കൽ നിർബന്ധമാണെന്നാ. ആ ഖുർആൻ പിടിച്ചിട്ട് അവർ ഈ പറയുന്നത് എന്ത്, പെണ്ണുങ്ങൾ വിദ്യ അഭ്യസിക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോ ആലോചിച്ച് നോക്കൂ. ബാമിയാൻ കുന്നില് ബുദ്ധപ്രതിമകൾ 2500 കൊല്ലം പഴക്കമുള്ള ബുദ്ധപ്രതിമകൾ തകർത്തു. ആ ബുദ്ധപ്രതിമകൾ തകർക്കുന്നത് ഒരു ഇസ്ലാമിക കർമ്മമാണെന്ന് അവർ പറഞ്ഞത്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത്, 3ാം ഖലീഫയുടെ കാലത്ത് മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാൻ കീഴടക്കുന്നുണ്ട്. അന്ന് അവിടെ ഉണ്ട് ഈ പ്രതിമ. അതിന് 2500 കൊല്ലം പഴക്കമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം എന്ന് പറഞ്ഞാൽ 1400 കൊല്ലത്തിന്റെ പഴക്കേ ഉള്ളൂ. അവരത് തകർത്തിട്ടില്ല. ഈ മുല്ല ഉമർ എന്ന് പറയുന്ന ഭീകരനാണ് അത് തകർത്തത്. അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ട് ഡൈനാമിറ്റ് വെച്ച് തകർക്കുകയാണ്. അത് ലോക ചരിത്രത്തിന്റെ ഒരു മുതലാണത്, മനുഷ്യന്റെ പൈതൃകത്തിന്റെ മുതലാണത്. അപ്പോ ആലോചിക്കൂ. അപ്പൊ പ്രതിമ ആരാധിക്കാൻ പാടില്ല. നിങ്ങൾ ആരാധിക്കണ്ടെന്നേ, വേറെ ആൾ ആരാധിച്ചിട്ട് അത് സംഭവിക്കൂല. ഞങ്ങൾ ആരാധിക്കുന്നില്ല, പ്രതിമ ഈ നാട്ടിൽ പാടില്ല. ഈ തരത്തില് അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും ഒരു തത്വശാസ്ത്രം, ഇത് മതമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ മതം? എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോ ഇപ്പോൾ ഉള്ള പ്രശ്നം ജനാധിപത്യമാണ് ഇതിനൊക്കെ മറുപടി. അഫ്ഗാനിസ്ഥാൻ ആരാ ഭരിക്കേണ്ടത്? അത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങൾ എങ്ങനെ തീരുമാനിക്കുക? ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാ തീരുമാനിക്കുക. ഇപ്പോ അവിടുന്ന് ആളുകൾ 10,000 20,000 സംഘങ്ങളായിട്ട് ഒഴിച്ചു പോവാണ്. അവർ അഭയാർത്ഥികളായി തീരാണ്. നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സിറിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പെഷവാറിലും ഒക്കെ ഈ തരത്തിലുള്ള അഭയാർത്ഥി പ്രവാഹങ്ങൾ ഉണ്ടാവുകയാണ്. അത് ഇവിടുത്തെ ലോക രാഷ്ട്രീയത്തെ പല അളവിൽ സ്വാധീനിക്കുന്നുണ്ട്. നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പുറത്തു വരുന്നുണ്ട്. ഇതിനൊക്കെ മറുപടി എന്ന് പറയുന്നത്, ഇതിനൊക്കെ സമാധാനം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. അത് ഇവരുടെ കിതാബുകളിലില്ല. അതാണ് ഇവര് പുസ്തകങ്ങളിലേക്ക് മടങ്ങുക, ഗ്രന്ഥത്തിലേക്ക് മടങ്ങുക. ബാക്ക് ടു ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ പുസ്തകത്തിൽ വോട്ട് ചെയ്യണമെന്നില്ല, ഉണ്ടാവില്ലല്ലോ. ഒരു മതക്കാരന്റെ ഒരു വേദഗ്രന്ഥത്തിലും ഒരു വിശുദ്ധ ഗ്രന്ഥത്തിലും ഒരു വചന സമാഹാരത്തിലും വോട്ടിന്റെ കാര്യം ഉണ്ടാവില്ല. അത് ആധുനിക കാലത്ത് മനുഷ്യൻ കണ്ടെത്തിയ വളരെ പ്രധാനപ്പെട്ട സമാധാനനിഷ്ഠമായ അധികാര ആരോഹണത്തിന്റെയും അധികാര കൈമാറ്റത്തിന്റെയും ഗംഭീരമായൊരു സംഗതിയാണ് അത്. ഇപ്പൊ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞ കൂട്ടർ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാ. അവർ പറയും പുതിയൊരു കാര്യം പറ്റൂല, പുതിയൊരു കാര്യം വേണ്ട, ഞങ്ങൾക്കൊക്കെ പഴയത് മതി. ഈ ശ്രീരാമൻ അധികാരിയായത് വോട്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ. അദ്ദേഹം അയോധ്യയിൽ രാജാവായിരുന്ന ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകനായിട്ട് ജനിച്ചിട്ട് രാമൻ രാജാവായത്. വോട്ട് ചെയ്തിട്ടല്ലല്ലോ. മുഹമ്മദ് നബി രാജാവായത്, അധികാരിയായത് വോട്ട് ചെയ്തിട്ടാണോ? അല്ല. അപ്പോൾ വോട്ടിങ്ങിനെ പറ്റി ഇവരുടെ ഒരു പുസ്തകത്തിലും ഉണ്ടാവില്ല. അത് പുതിയതാണ്, അത് ഇവർ മിണ്ടൂല. അത് ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രവാദികളും ഇസ്ലാമിക രാഷ്ട്രവാദികളും അത് പറയില്ല. അവരെന്താ പറഞ്ഞത്? ഞങ്ങളുടെ മതം പൂർണ്ണമാണ്, ഇനി ഇതിലേക്ക് പുതുതായിട്ടൊന്നും വേണ്ട. അവർ ഏറ്റവും പുതുതായിട്ട് വരുന്നൊരു കാര്യമാണിത്. ഇപ്പൊ ഇങ്ങനെ ജനങ്ങളെ ആക്രമിച്ച്, പട്ടാളക്കാരെ അല്ല, സാധാരണ സിവിലിയന്മാരെ, സാധാരണ മനുഷ്യരെ, ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുട്ടികളെയും വെടിവെച്ചും പീരങ്കി ഉപയോഗിച്ചും ബോംബിട്ട് കൊന്നിട്ടാണ് ഈ ഒരിക്കൽ താലിബാനോട് അധികാരം നേടിയത്. 20 കൊല്ലം മുമ്പ് അത് അവസാനിച്ചു. ഇപ്പൊ വീണ്ടും അമേരിക്ക അവിടുന്ന് പിൻവാങ്ങി എന്നുള്ളതാണ്. ജോ ബൈഡന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ തക്കം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ അവിടെ ഇതിന് മറുപടി ഇവിടുത്തെ മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അത് ഹിന്ദുമതമാണെങ്കിലും ക്രിസ്തുമതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും എല്ലാ വിശ്വാസികളോടും അപേക്ഷിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് ഈ അധികാരത്തിന്റെ കാര്യം തീരുമാനിക്കാൻ ഇനി പറ്റില്ല. കാരണം എന്താ? അതിലൊക്കെ ഉള്ളത് ആയുധത്തിന്റെയും യുദ്ധത്തിന്റെയും കാര്യമാണ്. ഇപ്പോൾ യുദ്ധത്തിലൂടെയാണ് അധികാരം നേടുക എന്ന് പറയുന്ന ആധുനിക കാലത്ത് ആളുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മാവോ സേതുങ്ങിന്റെ കുപ്രസിദ്ധമായൊരു വഴിയാണത്. എന്താ അത്? അധികാരം തോക്കിൻ കുഴലിലൂടെ. അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന് പറയുന്നതും ഇതേമാതിരി മനുഷ്യനെ മാനിക്കാത്ത, മനുഷ്യന്റെ അന്തസ്സിനെയും ജീവനെയും ബഹുമാനിക്കാത്ത ഹിംസയിലൂടെ അധികാരം നേടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹിംസ അധികാരാരോഹണത്തിന്റെയോ അധികാര നിഷ്കാസനത്തിന്റെയോ വഴിയല്ല. അതൊക്കെ വഴി ജനങ്ങളുടെ അഭിപ്രായമാണ്. അവിടെ വോട്ടെടുപ്പാണ്,
തെരഞ്ഞെടുപ്പാണ് ഇതിന് പരിഹാരം എന്ന് ഇവിടുത്തെ ജനാധിപത്യവാദികളും സമാധാനവാദികളും മതവിശ്വാസികളും ദയവായിട്ട് തിരിച്ചറിയണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിം തീവ്രവാദികൾ, ഇസ്ലാമിക് ടെററിസം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അക്രമം നടക്കുന്നുണ്ട്. അതിപ്പോ അൽ ഖായിദ, താലിബാൻ, ബോക്കോ ഹറാം, ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇത്തരത്തില് അനവധി സംഘടനകൾ വരെയുണ്ട്. ഞാനിപ്പോ എന്റെ പേര് പറയാത്തത് ആൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട്. ഇവര് ചെയ്യുന്നൊരു പണി ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ആയുധെടുക്കാന്ന്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിന്റെ പിറകിലുള്ള 2-3 കാര്യങ്ങൾ. ഒന്ന്, ജനാധിപത്യത്തെ എതിർക്കുന്ന മുസ്ലിം ലോകത്തെ രാജാക്കന്മാരും പട്ടാളക്കാരും ഏകാധിപതികളും വാസ്തവത്തിൽ ഇതിന് അനുകൂല. കാരണം ജനാധിപത്യത്തെ എതിർക്കുന്ന ഒരു ഇസ്ലാമിക സിദ്ധാന്തം അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ ഈ തരത്തിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും കൊണ്ട് ആവശ്യമുള്ള വേറൊരു കൂട്ടര് അമേരിക്ക എന്ന് പറയുന്നത് യുദ്ധം കൊണ്ട് ജീവിക്കുന്ന രാജ്യമാണ്. മറ്റുള്ളവർ കലഹിച്ചാൽ മാത്രമേ അവന്റെ പ്രധാനപ്പെട്ട ഉൽപ്പന്നമായ ആയുധങ്ങൾ ചെലവാകുള്ളൂ. വേറെ ഒന്ന്, ഈ ഇസ്ലാമിസം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. അതിപ്പോ പുതിയ കാലത്താണെങ്കിൽ 20കളിൽ ഈജിപ്തിൽ ആരംഭിച്ച ഹസനുൽ ബന്നയുടെ ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള പ്രസ്ഥാനം, 40കളിൽ അവിഭക്ത ഇന്ത്യയിൽ ആരംഭിച്ച ജമായത്തെ ഇസ്ലാമി എന്നുള്ള പ്രസ്ഥാനം, ഇവരൊക്കെ പറയുന്ന ഒന്നാണ്. അതെന്താ വെച്ചാൽ അത് മനസ്സിലാക്കാൻ വളരെ ലളിതമാണ്. അതിന്റെ ആശയം വളരെ ലളിതമാണ്. എന്താന്ന് വിചാരിച്ചാലേ, ഒരു മുസ്ലിമിന്റെ കടമ മതം പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുമായി ജീവിക്കുക, അതിന്റെ മൂല്യങ്ങളുമായി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഇസ്ലാമിക ഭരണം ഖുർആനും ഹദീസും അനുസരിച്ച് ഉള്ള ഭരണം നടപ്പാവണം. ആ തരം ഭരണത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ആ ഭരണം സ്ഥാപിക്കാൻ വേണ്ടി പോരാടുക. അതില് കൊല്ലണമെങ്കിൽ കൊല്ലുക, മരിക്കണമെങ്കിൽ മരിക്കുക. എന്താ കാര്യം? അതാണ് നിങ്ങൾക്ക് ഇഹത്തിലും പരത്തിലും ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ പ്രീതി നേടാനുള്ള വഴി എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഈ ഹസനുൽ ബന്നയുടെ സിദ്ധാന്തവും അബുൽ അലാ മൗദൂദി സിദ്ധാന്തവും എല്ലാം ഒന്നാണ്. ഈ സിദ്ധാന്തങ്ങളുടെ പിന്തുണക്കാരനായ ഖർളാവി എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ ജമായത്തെ ഇസ്ലാമിയാണ് ബ്രദർഹുഡ്, ഇന്ത്യയിലെ ബ്രദർഹുഡാണ് ജമായത്തെ ഇസ്ലാമി. ഇത് തന്നെ ആയിരുന്നു 18ാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ പിറവി കൊണ്ട മുവഹിദൂൻ എന്നുള്ള ഏകതാവാദികൾ എന്നുള്ള പേരിൽ പ്രവർത്തിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സിദ്ധാന്തം. അവിടുത്തെ ഇന്ന് രാജ്യം ഭരിക്കുന്ന സൗദികളുടെ മുൻമുറക്കാര് അവരുമായിട്ട് യോജിച്ചു. അങ്ങനെ അവിടെ വാളുകൊണ്ട് ആണ് വാസ്തവത്തിൽ ഇന്നത്തെ സൗദി ഗവൺമെന്റിന്റെ ആദ്യത്തെ ചെറിയ ഒരു ഭരണകൂടം എന്നുള്ളത് ഒരു വലിയ ഭരണകൂടമായിട്ട് വ്യാപിച്ചത്. അപ്പോ ഇതില് ഇവർക്ക് സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാല്, യുദ്ധം കൊണ്ട്, വാളുകൊണ്ട്, അക്രമം കൊണ്ട്, ഹിംസ കൊണ്ട് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക എന്ന് തന്നെയാണ് അതിന്റെ ലക്ഷ്യം. നമ്മൾ ഇന്ത്യയിലെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, അബുൽ അലാ മൗദൂദി പൊതുരംഗത്ത് വരുന്നത് 1919 ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെയാണ്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം ജനാധിപത്യ വിരുദ്ധ ഒരു പ്രസ്ഥാനമായിരുന്നു. അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഇസ്ലാമിക ഖിലാഫത്ത് സ്വന്തമായി സ്ഥാപിക്കാനുള്ള സിദ്ധാന്തമായിട്ടാണ് അദ്ദേഹം വന്നത്. അത് അവിഭക്ത ഇന്ത്യയിൽ അതിന് ഒരു ചാൻസ് കിട്ടുന്നതിന് മുൻപേ ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാനിലേക്ക് പോയി മൗദൂദി. അപ്പോ ഈ കഴിഞ്ഞ 60 കൊല്ലക്കാലം
പാകിസ്ഥാനിൽ ആ രാജ്യത്തിന് സമാധാനം കൊടുക്കാതിരുന്ന പ്രധാനപ്പെട്ട സിദ്ധാന്തം മൗദൂദിസം. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 1953 അവിടെ അഹമ്മദി വിരുദ്ധ കലാപമുണ്ടായി. അഹമ്മദികൾ അമുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് അവരെ അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്നായിരുന്നു ഈ കലാപത്തിന്റെ താല്പര്യം. ഈ എത്രയോ 1000 ആളുകൾ മരിച്ചു. മൗദൂദിയെ അന്ന് പഞ്ചാബിലെ സൈനിക കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു 53. അപ്പൊ അന്ന് വലിയ ബഹളം ഉണ്ടായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ മൗദൂദിയെ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ, കാരണം അദ്ദേഹത്തിന്റെ ഖാദിയാനി മസ്അല എന്നുള്ള ഗ്രന്ഥമാണ്, ചെറിയ പുസ്തകമാണ്. ഈ പുസ്തകമാണ് കലാപത്തിന് കാരണമായി തീർന്നത് എന്ന് കോടതി കണ്ടെത്തി. അതിനുവേണ്ടി രൂപീകരിച്ച ജസ്റ്റിസ് മുനീറിന്റെ, അവിടുത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന മുനീറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അത് കണ്ടെത്തിയിട്ടുണ്ട്. മുനീർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് കിട്ടുന്നതാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇത് മൗദൂദിയുടെ വധശിക്ഷ ജീവപര്യന്തമായി മാറ്റി 2 കൊല്ലം കഴിഞ്ഞ് 55 അദ്ദേഹത്തെ വിട്ടയച്ചു. 79 അദ്ദേഹം മരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഇടയ്ക്കാണ് ബംഗ്ലാദേശിൽ വിമോചന സമരം ഉണ്ടാകുന്നത്. 71 അന്ന് അവിടെ പാകിസ്ഥാൻ വാദത്തിന്റെ കൂടെ ബംഗ്ലാദേശിലെ ജമായത്തുകാര് പ്രവർത്തിക്കാൻ പട്ടാളത്തിന്റെ കൂടെ വിമോചന പോരാളികൾക്കെതിരായിട്ട് പൊരുതിയതിന് എത്രയോ ജമായത്തെ ഇസ്ലാമി നേതാക്കന്മാര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ട്, തടവിന് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇവർ അക്രമം കാണിക്കുമോ എന്ന് ചോദിച്ചാൽ അക്രമം കാണിക്കും, അതിന് സൗകര്യം കിട്ടിയാൽ. ഇപ്പൊ കേരളത്തില് ജമായത്തെ ഇസ്ലാമി അക്രമത്തിന് വേണ്ടി വാളെടുത്തതോ തോക്കെടുത്തതോ നമുക്കറിയില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇന്ന് മതത്തിന്റെ പേരിൽ അക്രമം കാണിക്കുന്ന ഇവിടുത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സിമിയാണ്. സിമി എന്ന് പറയുന്നത് മൗദൂദിസ്റ്റുകളാണ്, താത്വികമായി ജമാഅത്തെ ഇസ്ലാമിയാണത്. അതിന്റെ രൂപാന്തരമാണ് പിന്നീട് വന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, പിന്നെ വന്ന NDF, പിന്നെ HDPI. ഇതൊക്കെ പേര് മാറ്റി കളിക്കുന്ന എന്നുവെച്ചാല് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കാര്യം പിടികിട്ടായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവര് മൗദൂദിസ്റ്റുകളാണ്. അപ്പോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി സ്ഥാപിച്ച, മൗദൂദി അമീറായിരുന്ന പ്രസ്ഥാനത്തിന്റെ നേർക്കുള്ള പ്രവർത്തകര് ഇവിടെ ആയുധമെടുത്തില്ല എന്നുള്ളത് ശരിയാണെങ്കിലും ആയുധമെടുക്കുന്നതിനേക്കാൾ അപകടമാണ് ആയുധമെടുക്കാം എന്നുള്ള ആശയം. ആ ആശയമാണ് അവർക്കുള്ളത്. മൗദൂദിയുടെ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നുള്ള പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചിട്ടുണ്ട്. അതില് ഇതാണ്, ഈ അപകടമാണ്. അതായത് ഒരു മുസ്ലിമിന്റെ കടമ ഭരണം സ്ഥാപിക്കുകയാണ്, ഇസ്ലാമിക ഭരണ സ്ഥാപനമാണ്, അല്ലാതെ മുസ്ലിമായിട്ട് ധാർമ്മികമായി ജീവിക്കുക എന്നുള്ളതല്ല. നിങ്ങളുടെ ജീവിതം, ധാർമ്മികമായ ജീവിതം അസംബന്ധമാണ്. അത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാല് വായുവിൽ സൃഷ്ടിച്ച വീട് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നുള്ള പുസ്തകത്തിൽ മതേതരത്വം, ജനാധിപത്യം, ദേശീയത, ഈ 3 ആശയത്തെയും എതിർക്കുന്ന അത്യപകടകരമായ ഒരു സിദ്ധാന്തമാണ് മൗദൂദി കൊണ്ടുവന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനാണ്. യാതൊരു തരത്തിലുള്ള മതചിന്തയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മതചിന്തകനല്ല, അദ്ദേഹം രാഷ്ട്രീയ ചിന്തകനാണ്. ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലെ പ്രസിഡന്റായിരുന്ന അയൂബ് ഖാൻ ഒരു ചർച്ചയിൽ ചാടി എണീറ്റിട്ട് തന്റെ സ്വന്തം കസേര അടിച്ച് പറയുന്നുണ്ട്, ആ മുല്ലയ്ക്ക് വേണ്ടത് ഈ കസേരയാണ്. അപ്പോ ഒരു മതപുരോഹിതൻ ഭരിക്കുന്ന രാഷ്ട്രം, അതാണ് മൗദൂദി സങ്കല്പത്തിലുള്ളത്. അതുകൊണ്ടാണ് 79 ഇറാനിൽ പൗരോഹിത്യം ആധിപത്യമേറ്റപ്പോ മൗദൂദികൾ അതിനെ അംഗീകരിച്ചത്. അതുകൊണ്ട് ഇന്നിപ്പോ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അല്ല. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, താലിബാൻ മലാല യൂസഫ്സായി എന്നൊരു പെൺകുട്ടിയെ വെടിവെച്ചു. ഭാഗ്യത്തിന് ആ കുട്ടി ബാക്കിയായി. ആ കുട്ടി ചെയ്ത തെറ്റെന്താണ്? പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസത്തിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞതാ, വെറും ചെയ്തിട്ടില്ല. ബ്ലോഗ് എഴുതിയതാണ്, വെറും ചെയ്തിട്ടില്ല. ആ മലാല യൂസഫ്സായിയെ വെടിവെച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ കോഴിക്കോട്ട് എന്തിനാണ് പുസ്തകം ഇറക്കിയതെന്ന് നമ്മൾ ആലോചിക്കണം. മലാല ഒരു പുനർവായന എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഞാൻ ഓർമ്മിക്കുന്നത്. ഇപ്പോ അവർ പറയുന്നത് ഇസ്ലാമിനെതിരായിട്ട് പ്രചാരവേലയ്ക്ക് മലാല ഉപകാരപ്പെടുന്ന. മലാല ഉപകാരപ്പെടില്ലല്ലോ, മലാല പറയുന്നതാണ് ഇസ്ലാം.
താലിബാൻ പറയുന്നതല്ല. അക്ഷരാഭ്യാസത്തിന് പെൺകുട്ടികൾക്ക് അവകാശമുണ്ട് എന്നതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ തീവ്രവാദത്തിന്റെ കൂടെ ഇവർ നിൽക്കുമല്ലേ എന്നുള്ളൊരു തെളിവാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ചേകനൂർ മൗലവിയെ ശ്വാസം മുടിച്ചു കൊന്നത് തീവ്രവാദമാണല്ലോ. 19 കൊല്ലം ആ കേസ് നടന്നു. 19ാമത്തെ കൊല്ലം ആ കേസിൽ 36 സാക്ഷികളിൽ 34 പേര് കൂറുമാറിയുകൊണ്ട് എല്ലാവരെയും ശിക്ഷിക്കാൻ പറ്റിയില്ല. ഒരാൾക്കാണ് ഇരട്ട ജീവപര്യന്തം കൊടുത്തത്. അത് തന്നെ ഇപ്പൊ അപ്പീലിൽ നടക്കാണ് കേസ്. മുസ്ലിമിന്റെ ബാധ്യത മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് എന്നും അതിനുവേണ്ടി മരിക്കാനും കൊല്ലാനും തയ്യാറാവുകയാണ് വേണ്ടത് എന്നും പറഞ്ഞാൽ പേരെന്താ ഭീകരവാദം എന്ന് പറയുന്നത്? അതിനപ്പുറത്ത് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ന്യായീകരിക്കാൻ കഴിയാത്ത മണ്ടിൽ വന്നപ്പോ അവരൊരു തട്ടിപ്പ് നടത്തുകയാണ്. അത് ഇസ്ലാം അല്ല എന്ന് പറഞ്ഞിട്ട്. അത് ഇസ്ലാമാണെന്ന് അവര് പറയുന്നുണ്ട്. അപ്പൊ പറയാണ് അത് യഹൂദന്മാരാണ് എന്നാണ് ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇത് പറയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത് അവസാനിപ്പിക്കാം. എന്ന് വെച്ചാല് ഈ ഇറാഖില് ഷിയ ഭരണത്തിനെതിരായിട്ട് ഉള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആദ്യം ഉയർന്നു വന്നത്. അന്ന് സുന്നി ഭീകരന്മാർ എന്ന് മലയാള പത്രങ്ങൾ എഴുതിയപ്പോ ഇവിടെ വലിയ എതിർപ്പായിരുന്നു. സുന്നി വിമതന്മാരെന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ മാതൃഭൂമി മനോരമയൊക്കെ സുന്നി വിമതന്മാരെന്നാക്കി. അപ്പൊ അത് സിറിയയിലേക്ക് പോയി. അവിടെയും ഷിയാക്കൾക്കെതിരായിട്ടാണ്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോ ഈ അബൂബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ സ്വയം പ്രഖ്യാപിത ഖലീഫ പറഞ്ഞു, ഞങ്ങള് സൗദി അറേബ്യ ആക്രമിക്കും എന്ന്. അപ്പോഴാണ് സൗദി അറേബ്യ പറയുന്നത് ഇവർ ഭീകരന്മാരാണ്. അപ്പോഴാണ് സൗദി അറേബ്യ ഭീകരന്മാരാണല്ലോ. അപ്പോഴാണ് ഇതൊക്കെ തള്ളിപ്പറയാനിടയായത്. എന്ന് വെച്ചാല് 18ാം നൂറ്റാണ്ടില് സെലഫികൾ എന്താണോ കാണിച്ചത്, 20ാം നൂറ്റാണ്ടില് ബ്രദർഹുഡും ജമാഅത്ത് ഇസ്ലാമി എന്താണോ സങ്കല്പിച്ചത്, അത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നിപ്പോ എല്ലാവർക്കും അറിയുന്ന മട്ടിലായപ്പോ ഇവർക്ക് അതിന്റെ കൂടെ നിൽക്കാൻ പ്രയാസം വന്നതാ. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സെലഫികള്, അതായത് വഹാബികൾ എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന കൂട്ടര് സൗദി അറേബ്യയിൽ തകർത്ത ഒരു സാധനം മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീടാണ്. അപ്പൊ ആലോചിച്ച് നോക്കും, മുഹമ്മദ് നബി ജനിച്ചു വളർന്ന വീട് നിങ്ങൾ എന്നാല് മക്കയിൽ കാണാനില്ല. അവിടെ അവര് ഒരു മക്തബ, അതായത് ഒരു ഗ്രന്ഥാലയം പണിതിരിക്കുകയാണ്. ആ തരത്തിൽ ഇവർക്ക് എന്തൊക്കെ തകർക്കണോ അത് മുഴുവൻ തകർക്കുക. ഇപ്പോ ഇസ്ലാമിക് സ്റ്റേറ്റുകാര് റിഫായി ഷെയ്ഖിന്റെ മക്ബറ തകർത്തു. ഇമാം നവവിയുടെ മക്ബറ തകർത്തു. നോക്കിയാൽ മനസ്സിലാവും അതിന്റെ കടിയിൽ സെലഫിസമാണുള്ളത് എന്ന്. അതുകൊണ്ട് ഈ സെലഫികളും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഈ ബ്രദർഹുഡുകാരും എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ഏറ്റവും മാരകവും ഭീകരവുമായ മുഖമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നമ്മൾ കാണുന്നത്.